ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗൈസ്, അപ്പോൾ ഇതാണ് അനന്തപുരം മൂവിയുടെ എംപയർ വീഡിയോസ് ഇറക്കിയ DVD റിലീസ്. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഒരു റീൽ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും കുറച്ചൊരു ഡീറ്റെയിൽസും പിന്നെ ഇതിൻ്റെ കണ്ടൻറ് എങ്ങനെയുണ്ട് എന്നതിനെക്കുറിച്ചൊരു ഐഡിയയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ 2005 നവംബർ 4 ഒരു ദീപാവലി ഫെസ്റ്റിവൽ ടൈമിൽ ശ്രീഭദ്ര പിക്ചേഴ്സിൻ്റെ ബാനറിൽ സന്തോഷിൻ്റെ ഡയറക്ഷനിലാണ് ഈ പടം പുറത്തിറങ്ങിയത്. സിനിമാറ്റോഗ്രാഫിയും സന്തോഷം തന്നെയാണ് ചെയ്തേക്കുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ സുനിൽ പരമേശ്വരൻ്റെ തന്നെ അനന്തപുരം എന്ന നോവലിൻ്റെ ഒരു പക്ക വിഷ്വലൈസേഷൻ രീതിയിലാണ് ഈ പടം ഇറങ്ങിയതും മാർക്കറ്റ് ചെയ്യപ്പെട്ടതും. നമുക്കെല്ലാവർക്കും അറിയാം, ഈ പടം ഇന്നും അറിയപ്പെടുന്നത് ഒറ്റ പേര് ദിഗംബരൻ എന്ന മനോജ് കെ ജെയിൻ ചെയ്ത വില്ലൻ റോളിലൂടെ തന്നെയാണ്. കാരണം പുള്ളി അത് അതിഭീകരമായിട്ടും മനോഹരമായിട്ടും ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ഈ പടത്തിൻ്റെ അന്യ റിപ്പീറ്റ് വേലയാണ്. അതിന് കാരണം ഇതിൻ്റെ മേക്കിംഗ്, ഈച്ച് ആൻഡ് എവരി ഫ്രെയിംസ്, പിന്നെ എപ്പിക് ആൻഡ് ഹോണ്ടിങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോഴ്സ്, പിന്നെ ഇതിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ്, പിന്നെ ഇതിൻ്റെ വിഷ്വൽ ആംബിയൻസ്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. സോ ഗൈസ്, ഈ DVD എൻ്റെ MRP വന്നിരുന്നത് 130 രൂപീസിനാണ്. ഓഡിയോ ട്രാക്സ് ഡുവലാണ്, ഡോൾബി ഡിജിറ്റൽ 5.1 ആൻഡ് DTS 5.1 ആണ്. DVDൻ്റെ ബാക്ക് ഡേറ്റ് 2018 ഓഗസ്റ്റിലാണ്. ഇതിൻ്റെ കാറ്റലോഗ് നമ്പർ വരുന്നത് DVD 083 ആണ്. ഇത് ഈ മൂവിയുടെ തന്നെ എംപയർ ഇറക്കിയിട്ടുള്ള സെക്കൻഡ് എഡിഷൻ DVD തന്നെയാണ്. പിന്നെ ഫസ്റ്റ് എഡിഷനൊക്കെ വേറെ എംപയർ തന്നെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ പേപ്പർ കവറിൻ്റെ 99 രൂപീസിൻ്റെ എഡിഷൻ അവൈലബിൾ ആണ്. പിന്നെ എംപയർ തന്നെ ഇതിൻ്റെ VCD റിലീസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഇതിൻ്റെ ഇൻസൈഡ് പോർഷൻ നിങ്ങൾക്ക് കാണിക്കാം. ഫസ്റ്റ് എഡിഷനിലൊക്കെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് സെക്കൻഡ് എഡിഷൻ്റെ ഫുൾ ഡിസ്കിലെ ആർട്ട് വർക്ക്സ്. ഡിസ്കിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് ഇൻക്ലൂഡഡ് ആണ്. ഓൾമോസ്റ്റ് ഓൾ ഡീറ്റെയിൽസ് ഡിസ്കിൽ തന്നെ പ്രോപ്പർലി മെൻഷൻഡ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ മൂവിയുടെ ഓവർസീസ് എഡിഷൻസ് ഇറക്കിയിട്ടുള്ളത് മ്യൂസിക് ക്രാഫ്റ്റ് ആണ്. കണ്ടൻറ്റ് സെയിം തന്നെയാണ്. പിന്നെ എംപയർ വീഡിയോസിൻ്റെ ഡിസ്കിലെ ഫയൽ സൈസ് കണ്ടൻറ്റ് 7.49 GB വരുന്നുണ്ട്. പിന്നെ DVD9ൻ്റെ എക്സാക്ട് റണ്ണിങ് ടൈം 2 hours 30 minutes 44 seconds ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സോങ്സിന് വളരെയധികം പ്രാധാന്യമുള്ള ഈ പടത്തിന് സത്യ ഓഡിയോസിൻ്റെ തന്നെ ഓഡിയോ കാസറ്റ്സും ഓഡിയോ CD റിലീസും അവൈലബിൾ ആണ്. ഇന്ന് ഇതിൻ്റെ ഓഡിയോ CDക്ക് DVDനേക്കാൾ വാല്യൂ ഉണ്ട് ഗൈസ്. പിന്നെ പ്രധാനമായിട്ട് പറയേണ്ടത് പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ MG രാധാകൃഷ്ണനാണ്. പിന്നെ സോങ്സൊക്കെ രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയാണ്. പിന്നെ ഈ പടത്തിൻ്റെ പാട്ടുകളൊക്കെ പാടിയിരിക്കുന്നത് യേശുദാസ്, MG ശ്രീകുമാർ, ചിത്ര, പിന്നെ എടുത്തു പറയേണ്ടത് മണിച്ചേട്ടനും ഇതിലൊരു സോങ് പാടിയിട്ടുണ്ട്. പരകായ പ്രവേശം, മന്ത്രവാദം, മാണിക്കക്കല്ല് എന്ന് തുടങ്ങിയവയെ ആസ്പദമാക്കിയാണ് ഈ പടത്തിൻ്റെ കഥ. പിന്നെ മെയിൻലി ഇതൊരു റിവെഞ്ച് സ്റ്റോറി തന്നെയാണ് ദിഗംബരൻ എന്ന ക്യാരക്ടറിൻ്റെ. പിന്നെ കേസ് പാലക്കാട്, ഷൊർണൂർ, ഒറ്റപ്പാലം റൂട്ടിൽ, കാരക്കാടിൽ, ചിറ്റിയത്ത് മനയിൽ ഒക്കെയാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് അവർ ചിത്രീകരിച്ചത്. ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ കണ്ടൻറ് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഈ മൂവി ജിയോ ഹോട്ട്സ്റ്റാർ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. പിന്നെ തെലുങ്ക് ഡബ്ഡ് C5ലും അവൈലബിൾ ആണ്. പിന്നെ ഈ പടം ഏഷ്യാനെറ്റ് റീമാസ്റ്റർ ചെയ്തിട്ടുണ്ട്. DVDയുടെ ആസ്പെക്ട് റേഷ്യോ 16:9 ആണ്. 480p റെസൊല്യൂഷൻ. അത് മാന്ത്രികപ്പുരയിലാ സൂക്ഷിച്ചിരുന്നത്. മാന്ത്രികപ്പുരയോ? പിന്നെ വീഡിയോ ഇന്റർലേസ്ഡ് ആണ്. പോയാ എളുപ്പം എത്തും. ഓ താങ്ക്സ്. പക്ഷെ മനുഷ്യരാരും ഈ സമയത്ത് ആ വഴി പോകാറില്ല. ഞാനിപ്പോൾ VLCയിൽ ഡീ ഇന്റർലേസിങ് എനേബിൾ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കുന്നത്. ആക്ച്വലി ഇത് ഇന്റർലേസ്ഡ് വീഡിയോസ് ആണ്. പറഞ്ഞ് ഇവളെ അടുത്ത ദേവിയാക്കാൻ പോവാ. ഒന്നും പറയാണ്ടിരിക്കുക ഭേദം. ഗായത്രി കുഞ്ഞ് ഇവിടുന്ന് പോയതുകൊണ്ട് ദേവിയും ഭഗവതിയും ഒക്കെ കാറ്റുപോലും ദിഗംബരനോട് സംസാരിക്കും. ദ്രോഹിയാകും ഞാൻ.
ഭദ്രേ അന്തേട്ടാ എന്റെ അനന്തേട്ടനെ തിരിച്ചറിയാൻ എനിക്ക് കഴിയും. അമാവാസിയിലെ ബ്രാഹ്മമുഹൂർത്തത്തിന് മുമ്പുള്ള 11 വിനാഴിക. ആ 420 സെക്കൻഡിനുള്ളിൽ ദിഗംബരൻ നാഗമാണിക്യവും താളിയോല ഗ്രന്ഥങ്ങളും സ്വന്തമാക്കാൻ ശ്രമിക്കും. അല്ല അല്ല പിന്നെ ആര് കൊന്നു? പറവത്തായി നാഗമാണിക്യം പ്രകൃതിയെ നിയന്ത്രിക്കുന്ന ശക്തിയാണ്. അത് നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എടാ ചെമ്പ, നിന്റെ കാവിലപ്പൻ എന്റെ വക. കാവിലപ്പൻ ഇവർ DVD ബോക്സിൻ്റെ ഫ്രണ്ടിൽ മെൻഷൻ ചെയ്തതുപോലെ ഹൈ ഡെഫിനിഷൻ ഓഡിയോ ആൻഡ് പിക്ചർ എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പിക്ചർ ക്വാളിറ്റി ആസ് യൂഷ്വൽ ഒരു ആവറേജ് ഫീൽ മാത്രമേ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബട്ട് ഓഡിയോയുടെ കേസിൽ അത് 100% ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നി. ഓഡിയോ വേറെ ലെവൽ തന്നെയാണ്. സോ ഗൈസ്, നല്ലൊരു ഓഡിയോ എക്സ്പീരിയൻസിന് വേണ്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് DVD തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. എന്തായാലും ഇതുപോലൊരു ഐറ്റം പടം വേറെ ഇനി വരാനില്ല ഗൈസ്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.